എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് വളരെ സുഖമില്ലാതെ കിടന്ന് അങ്ങനെ അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഓക്സിജൻ വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വയ്യാത്തൊരവസ്ഥയായപ്പം ഞാൻ മുനിസിപ്പാലിറ്റിയായിട്ട് മറ്റേ വനജ മെമ്പറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സൈന സിസ്റ്ററിനായി പറഞ്ഞു വിട്ടതിന് ശേഷം സൈന സിസ്റ്റർ ഏത് സമയത്ത് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന സമയത്തും വരാറുണ്ട്. വന്ന് അമ്മയെ നല്ല രീതിയിൽ നോക്കുകയും സൈന സിസ്റ്ററിൻ്റെ മോനും രണ്ടുപേരും വന്ന് നല്ല രീതിയിൽ അമ്മയെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. കൊടുക്കുന്നത് ഒരു ബെഡും ഓക്സിജൻ മെറ്റും മെഷീനും വീൽ ചെയറുണ്ട്. അങ്ങനെ മൂന്ന് ഐറ്റം സാധനമാണ് കൊടുക്കുന്നത്. അത് ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. കൊട്ടാരക്കര പാലിയേറ്റീവ് കെയറിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് സഹായത്തിന് എന്നതിലുപരി ഒരു കൈസഹായമാണ് ഇന്ന് നൽകിയ ICU ബെഡ്, വീൽ ചെയർ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്നിവ. കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണ മേനോൻ, കൗൺസിലർ ഫൈസൽ ബഷീർ, പാലിയേറ്റീവ് നഴ്സ് ഷൈനി, ആശാവർക്കർ ഷേർലി എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു. കൊട്ടാരക്കര നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് 3-2 ഭാഗം നടക്കുന്ന കേരളത്തിലാണ്. അതിന് വലിയ പരിചരണമാണ് അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സമൂഹം നൽകുന്നത്. നമ്മുടെ സർക്കാരും അതുപോലെ മുനിസിപ്പാലിറ്റിയും തദ്ദേശവും നൽകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായം നിശ്ചയമായും ആവശ്യമാണ്. എല്ലാ വിഭാഗം ആളുകളുടെ സഹായം നിശ്ചയമായും ആവശ്യമാണ്. കിടക്കുന്ന രോഗികൾക്ക് ആവശ്യം ബെഡ്, വീൽ ചെയർ, മരുന്ന്, അവർക്ക് ഓക്സിജൻ ലഭിക്കുന്നതിന് ആവശ്യമായ യന്ത്രങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പല സന്മനസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇതിൽ സഹകരിക്കാറുണ്ട്. ഏറ്റവും നല്ല പ്രവർത്തനമാണ് കൊട്ടാരക്കര പാലിയേറ്റീവിൻ്റെ ഷൈനിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മെച്ചപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കുന്ന കൊട്ടാരക്കര നഗരസഭയിലെ പാലിയേറ്റീവ് യൂണിറ്റും നഴ്സ് അപ്പോൾ അവരുടെ എല്ലാം ശ്രമഫലമായി, പ്രത്യേകിച്ച് ഷൈനിയുടെ ശ്രമഫലമായി ഈ വാർഡ് കൗൺസിലറായിട്ടുള്ള നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ വനജ രാജീവിൻ്റെയും ശ്രമഫലമായിട്ടാണ് നമ്മുടെ കൊട്ടാരക്കര കിഴക്കേക്കര വിളയിൽ വീട്ടിൽ ബാബു നമ്മുടെ എൻ്റെ സഖാവ് കൂടിയാണ്. ബാബുവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ വാങ്ങിച്ച എയർബെഡും അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററും വീൽ ചെയറുമെല്ലാം ഈ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് ആവശ്യമായി സംഭാവന ചെയ്യുകയാണ്. ഏതാണ് എനിക്ക് തോന്നുന്നത് 1 ലക്ഷം രൂപയുടെ സാധനം വരും. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററും ആധുനിക രീതിയിലുള്ള എയർബെഡ്, IC ബെഡും അതുപോലെ തന്നെ വീൽ ചെയറും എല്ലാം 1 ലക്ഷം രൂപയുടെ സാധനം വരും. ഇത് ആവശ്യം കഴിഞ്ഞ ശേഷം അതേ നിലയിൽ തന്നെ, ഭംഗിയായ നിലയിൽ തന്നെ കൊട്ടാരക്കരയിലെ പാലിയേറ്റീവ് പേഷ്യൻസിനെ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ബാബു തയ്യാറായിരിക്കുകയാണ്. ഈ സന്മനസ് കാട്ടിയ ബാബുവിനും ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനവും നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഇതുപോലെയുള്ള സന്മനസ്സുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിന് മുൻകൈ എടുത്ത നമ്മുടെ വാർഡ് കൗൺസിലർ വനജ രാജീവ് അതുപോലെ ഷൈനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയുണ്ട്. നഗരസഭയുടെ പേരിൽ എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്.